We have Paul George, Johnny Varghese and Jerome Jacob. പക്ഷേ ഈ നിമിഷത്തിലേക്ക് എത്താൻ ഒരു 15 വർഷത്തെ യാത്രയുണ്ട്. ആ നീണ്ട യാത്രയിൽ എനിക്ക് താങ്ങായും തമിഴായും എൻ്റെ കൂടെ നിന്ന ഓരോരുത്തരെയും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ്, നമസ്കാരം. ജോബിചേട്ടൻ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാജാവിന്റെ മകൻ എന്ന സിനിമ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. അപ്പൊ എന്റെ വിചാരം ഇത് ഏതോ ഗ്രഹത്തിലൊരു രാജാവ് അവര് നമുക്ക് കാണിക്കാൻ വേണ്ടി ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അന്ന് ചെറുപ്പത്തിൽ ആ 3ാം ക്ലാസ്സിൽ തുടങ്ങി എന്റെ മനസ്സിൽ സിനിമ ചെയ്യണം, നടനാവണം, സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം, വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നടനാവാനാ, സ്ക്രിപ്റ്റ് ചെയ്യണം, ഓടണം. ടീച്ചർമാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും എല്ലാവരും നമ്മളെ കളിയാക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്കമാലിക്കാരൻ അങ്കമാലി ഡയറീസ് ചെയ്ത് ഹിറ്റായി കഴിഞ്ഞപ്പോ അവനെ പരിചയപ്പെട്ടു, പെപ്പേനെ പരിചയപ്പെട്ടു. കുറച്ചുകൂടെ കളിയാ അതിൻ്റെ ഉള്ളിലൊരു പരിപാടി ഉണ്ടാ, നീ വർക്ക് ചെയ്യും, എന്തെങ്കിലും ഒരിക്കലും നീ നല്ലൊരു നിലയിലെത്തും. ഞാൻ എൻ്റെ അതിലൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ആകെ എന്നോട് പറഞ്ഞത് എൻ്റെ ചങ്ക്, എൻ്റെ കൂടപ്പിറപ്പ് പെപ്പയാണ്. ലവ് യു ബ്രോ. ഇതിനെല്ലാത്തിനും നന്ദി. എൻ്റെ ഗോഡ് ഫാദറിനെ പോലെയാണ് ലവ് യുടാ. നമ്മുടെ പടം പൊളിക്കും, ഹിറ്റടിക്കട്ടെ. അതുപോലെ തന്നെ ശരിക്കുക, നമ്മളെ തുടക്കക്കാരനായിട്ടും ഞങ്ങളെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു സിനിമ, നമുക്കൊന്നും ഉറക്കത്തിന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്ര വലിയൊരു സിനിമയുടെ ഭാഗമാക്കി തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. I think ഇതൊരു ഡെഡ്ലി കോംബോ ആണെന്ന് വേണമെങ്കിൽ പറയാം.